2020 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഇന്ന് രണ്ടാം മത്സരം. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ നമീബിയയാണ് എതിരാളികൾ. മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് കളിച്ചേക്കും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു നമുക്കൊപ്പം. അരവിന്ദ്, ഇന്ത്യ ഇന്നും ജയിക്കുമോ എന്നുള്ളത് അതൊരു ആവേശമാണ്. അതിനൊപ്പം തന്നെ സഞ്ജു ഇന്ന് കളിക്കുമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് ആരാധകരടക്കമുള്ളത്. എന്തായാലും ആദ്യ മത്സരത്തിൽ USA ഇന്ത്യക്ക് തോൽപ്പിക്കാൻ സാധിച്ചിരുന്നു. രണ്ടാം മത്സരത്തിൽ നമീബിയയാണ് ഇന്ത്യ നേരിടുക. വൈകുന്നേരം 7 മണിയോടുകൂടി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഈ മത്സരം ആരംഭിക്കും. പക്ഷേ മലയാളികൾ ഏറെ നോക്കിക്കാണുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് കളിക്കാൻ ഇറങ്ങുമോ എന്നതാണ്. കഴിഞ്ഞ ദിവസം ഓപ്പണറായ അഭിഷേക് ശർമ്മയ്ക്ക് അസുഖബാധിതനാണ്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. എന്തായാലും അതിനുശേഷം സഞ്ജു ഇറങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം ടീം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരും. എന്തായാലും നമീബിയ ടീം ഇതിനോടകം തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതേസമയം ഇന്ത്യൻ ടീം അല്പസമയത്തിനകം സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ആരാധകരടക്കം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. भैया आप कहाँ से? दिल्ली से ही है? यूपी। किसको देखने हैं मैच में? मैं तो वैसे विराट कोहली का फैन हूँ, लेकिन इस टाइम मैं संजू सैमसन को देखने आया. उत्तर प्रदेश നിന്ന് സഞ്ജു സാംസന്റെ ഒരു ആരാധകനാണ്. अभी संजू सैमसन ने ना न्यूजीलैंड के सीरीज में खेला, उसको वर्ल्ड कप में पहला मैच में नहीं. मैं तो किसी भी मैच में मिस नहीं करना चाहता हूँ संजू सैमसन भाई को. ഉത്തർപ്രദേശിൽ നിന്ന് സഞ്ജു സാംസന്റെ ഒരു ആരാധകനാണ്. നമ്മൾ പറയുന്നത് കേട്ടിട്ടാണോ പുള്ളി ഇനി സഞ്ജു സാംസന്റെ ആരാധകനാണെന്ന് പറഞ്ഞതെന്ന് അറിയത്തില്ല. എന്തായാലും സഞ്ജു സാംസന്റെ ആരാധകരാണ്. മലയാളികളെ പോലെ തന്നെ നിരവധി, കാരണം സ്റ്റേഡിയത്തിലെ സീറ്റുകളെല്ലാം ഇതിനോടൊപ്പം തന്നെ വിട്ടുപോയിട്ടുണ്ട്. ഒരു പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ 8 മണിയോടുകൂടി ആകും. മത്സരം പകുതിയാകുമ്പോൾ മാത്രമായിരിക്കും ആ സ്റ്റേഡിയം നിറയുക. മുൻപ് ഈ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ പരിശോധിച്ചാൽ ഹെവി സ്കോറിംഗ് മത്സരമായിരുന്നു ഇവിടെ നടന്ന. IPL ആയാലും അതുപോലെ തന്നെ ലോകകപ്പ് മത്സരങ്ങളായാലും വലിയ സ്കോറുകൾ പിറന്ന ഒരു സ്റ്റേഡിയമായിരുന്നു. എന്തായാലും കുട്ടി ആരാധകർ മാച്ച് ദേഖനായേ, എന്തായാലും കുട്ടി ആരാധകരും അതുപോലെ തന്നെ മറ്റുള്ളവരും അടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു. ആരാധകർ വരുന്നതേ ഉള്ളൂ. എന്തായാലും 8 മണിയോടുകൂടി തന്നെ സ്റ്റേഡിയം നിറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമീബിയ ടീം ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ടീം എത്തുന്നു. അദ്യത്തെ മത്സരം പരിശോധിച്ചാൽ USA-ക്കെതിരെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന് ചില വീഴ്ചകൾ പറ്റിയിരുന്നു. അരവിന്ദാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സഞ്ജു സാംസന്റെ ഒരു കളിയും മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പോൾ മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര് പ്രേക്ഷകർ, ആരാധകരുണ്ട് സഞ്ജു സാംസന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.